ഇടുക്കി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങും. ഇന്നു മുതൽ 10 ദിവസത്തേക്കാണ് മുഴുവൻ ശസ്ത്രക്രിയകളും മുടങ്ങുക. ഓപ്പറേഷൻ തിയേറ്ററിൽ അണുബാധ ഉണ്ടാകാതിരിക്കാനുള്ള ശുചീകരണത്തിന് വേണ്ടിയാണ് ക്രമീകരണം. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, 10 ദിവസത്തേക്ക് ശസ്ത്രക്രിയ മുടങ്ങുമെന്നാണല്ലോ പറയുന്നത്. വലിയ പ്രതിസന്ധി ആയിരിക്കുമോ? അത് സാധാരണക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചികിത്സയ്ക്കെത്തുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജിൽ ഉള്ളത് എന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. വരുന്ന 10 ദിവസത്തേക്ക് അണുബാധ ഒഴിവാക്കുന്നതടക്കമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് ഓപ്പറേഷനുകൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടത് എന്നാണ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടായാൽ തൊട്ടടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ റെഫർ ചെയ്യുമെന്നാണ് നിലവിൽ സംവിധാനം ഒരുക്കിയിട്ടുള്ള. ഐ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. കണ്ണോപ്പറേഷൻ നടക്കുന്ന ഏറ്റവും ഉള്ളിലുള്ള ഭാഗത്ത് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അത് പൂർത്തിയാക്കി അണുബാധകൾ ഒഴിവാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് ഏതാണ്ട് 10 ദിവസം വേണ്ടിവരും. അതുകൊണ്ടാണ് 10 ദിവസത്തേക്ക് പൂർണ്ണമായും ഓപ്പറേഷനുകൾ മെഡിക്കൽ കോളേജിൽ, ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിർത്തിവെക്കാനുള്ള തീരുമാനം നിലവിൽ ആശുപത്രി അധികൃതർ കൈക്കൊണ്ടിട്ടുള്ളത്. എത്രയും വേഗം പഴയ രീതിയിൽ ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജമാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ റെഫർ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നുണ്ട്. അമൃത. ശരി ആഷിഖ്.